ചേട്ടാ, അങ്ങനെ പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു നാടകം കൂടെ പൊളിയാണ്. നമുക്കറിയാം, ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. പക്ഷേ BJP ആണെങ്കിലും CPM ആണെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിനകത്തെല്ലാം കോൺഗ്രസിന്റെ കൃത്യമായിട്ടുള്ള കൈകടത്തലുണ്ട് എന്നായിരുന്നു പറഞ്ഞത്. അതായത് അജയ് തറയിൽ ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന കൊടിമരത്തിന്റെ വിഷയമൊക്കെ. പക്ഷേ വിജിലൻസ് അന്വേഷിക്കുന്നതിന് മുമ്പിട്ട് ഒരു പ്രാഥമിക റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കോടതി പറഞ്ഞിരുന്നു. ആ റിപ്പോർട്ട് അനുസരിച്ച് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനോ ചോദ്യം ചെയ്യാനോ കേസുമായി മുന്നോട്ട് പോകാനോ കഴിയാത്ത വിധത്തിൽ പൂട്ടിയിരിക്കുകയാണ്. അതായത് രാവിലെ നമ്മൾ ഈ മാർച്ച് മാസത്തിന് മുമ്പ് തന്നെ നമ്മുടെ കൂടെ ചില മാധ്യമപ്രവർത്തകർ പറഞ്ഞത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് CPM-ന്റെ തലയിൽ നിന്ന് ആ ഒരു അപഖ്യാതി അവരെ തലയിൽ നിന്ന് മാറി കോൺഗ്രസിന് കൊടുക്കാൻ വേണ്ടിയുള്ള സർവ്വ പണിയും ഇപ്പോൾ അവർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിജിലൻസിൻ്റെ അന്വേഷണം രഹസ്യമായിട്ട് നടക്കുകയാണ്. ഈ അന്തിമ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അജയ് തറയിൽ കുടുങ്ങും. അജയ് തറയിലിനെ അറസ്റ്റ് ചെയ്തൊക്കെ രീതിയിൽ കാര്യങ്ങൾ പോകും. അപ്പോൾ കോൺഗ്രസിന് അത് വല്ലാത്ത പേരുദോഷം വരും. അങ്ങനെ ഒരു നീക്കം സർക്കാർ തലത്തിൽ നടക്കുന്നുണ്ട് എന്നൊരു വാർത്ത നമ്മുടെ ചാനലിൽ തന്നെ ചർച്ചകൾക്ക് വരുന്ന ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ അത് നടക്കാൻ സാധ്യത അങ്ങനെ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കറിയാൻ പറ്റുന്നത് 412 ഗ്രാം സ്വർണം കൊടിമരത്തിന്റെ ആവശ്യത്തിലേക്ക് മോഹൻലാൽ, രഞ്ജി പണിക്കർ തുടങ്ങിയ സിനിമാ താരങ്ങളൊക്കെ കൊടുത്തത് കൃത്യമായിട്ട് അത് കൈപ്പറ്റിയതിന്റെ റെസിറ്റ് കൊടുത്തതായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തി വേറെ ഒരിടത്തേക്ക് അത് പോയിട്ടില്ല. അപ്പോൾ അജയ് തറയിൽ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിനെ കാണിച്ചുകൊണ്ട് കോൺഗ്രസിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുക എന്നൊരു തന്ത്രമായിരുന്നു വിജിലൻസിനെ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തത്. അങ്ങനെ ആ തന്ത്രവും അവസാനം പാളിപ്പോകുന്ന അജയ് തറയിലാണ് ഉണ്ടായിരിക്കുന്നത്. അല്ല, സത്യം, അജയ് തറയിൽ മത്സരിക്കേണ്ടതായിരുന്നു. അതെ, കൊച്ചിയിൽ എവിടെയെങ്കിലും, എറണാകുളത്ത് എവിടെയെങ്കിലും സീറ്റ് കിട്ടുമെന്ന് ആദ്യമേ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കേസ് നിലനിൽക്കുന്നതുകൊണ്ട് കേസ് വന്ന് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള സാധ്യതകൾ ഉണ്ടായതുകൊണ്ടും കോൺഗ്രസ് ആദ്യം തന്നെ പ്രാഥമിക പട്ടികയിൽ നിന്ന് തന്നെ പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ മാർച്ച് 10 ശേഷമായിരുന്നു ഇത്തരത്തിലുള്ള സീറ്റ് വിഭജന ചർച്ചകൾ വരുന്നെങ്കിൽ ചിലപ്പോൾ പരിഗണിക്കേണ്ട ഒരാളായിരുന്നു അജയ് തറയിൽ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും പ്രതിസ്ഥാനത്തിരിക്കുന്നത് CPM അല്ലെങ്കിൽ പാർട്ടി തന്നെയാണ് എന്നൊരു വിഷയം നിലനിൽക്കുന്നുണ്ട്. കാരണം നമുക്കറിയാവുന്നതുപോലെ വാസു ആണെങ്കിലും പത്മകുമാർ ആണെങ്കിലും ഇവരെല്ലാം പാർട്ടിയുടെ പ്രതിനിധികളാണ്. അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്നിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ. അപ്പോൾ ഇവരെല്ലാം ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ വരെ സീറ്റ് കൊടുത്തു. അത് നമ്മൾ മറക്കരുത്. അപ്പോ അത്തരത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടാണ് പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. പത്മകുമാർ പാർട്ടിയിൽ അംഗമാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്ക് കൃത്യമായ ഉത്തരമില്ല. അതായത് പത്മകുമാറിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി കഴിഞ്ഞാൽ CPM-ന് പറയാം ഞങ്ങൾക്ക് അയാളുമായിട്ടൊരു ബന്ധവുമില്ല, ഈ ഒരു കേസ് വന്നപ്പോൾ തന്നെ ഞങ്ങൾ അയാളെ പുറത്താക്കിയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെയല്ല, ഇപ്പോഴും സംരക്ഷിച്ച് അദ്ദേഹത്തിന് പത്തനംതിട്ട കയറാൻ കഴിയില്ല. ഇപ്പോഴും പാർട്ടിയാണ് സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പം കൃത്യമായിട്ട് പാർട്ടിക്ക് പൈസ കൊടുത്തിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അല്ല രാഹുലെ, ഇതിനകത്ത് ഈ ഭരണവും സംവിധാനവും ഉപയോഗിച്ച് ആരെയൊക്കെ ബ്ലാക്ക്മെയിൽ ചെയ്യാവും അവരെയൊക്കെ ബ്ലാക്ക്മെയിൽ ചെയ്യാനായിരുന്നു ഈ പദ്ധതി ഉണ്ടായിരുന്നു. ഈ വിജിലൻസിന്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ആ രീതിയിൽ ഭരണവും മറ്റ് കാര്യങ്ങളും അധികാരവും ഉപയോഗിച്ച് പൂട്ടാമെന്നാണ് അവർ കരുതിയത്. ഈ മാർച്ച് 10 SIT അന്വേഷണ സംഘം റിപ്പോർട്ട് കൊടുക്കുമെന്നും കരുതിയിരുന്നു. ഇപ്പോൾ അവർ ഈ പറയുന്ന ആ കട്ടളപ്പാളിയിലെ സ്വർണത്തിന്റെ ആ കാര്യമുണ്ടല്ലോ, അതിന്റെ പരിശോധനയുടെ റിസൾട്ടിന് വേണ്ടി കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കോടതിയിൽ അവർ അന്തിമ റിപ്പോർട്ട് അവർക്ക് കൊടുക്കാൻ കഴിയില്ല. മാർച്ച് 31 കൊടുക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. ഈ മാർച്ച് 31 അന്തിമ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അത് സർക്കാരിനൊരു ഗോളാക്കി മാറ്റാം എന്നാണ് ഇവർ കരുതിയത്. ഇപ്പൊ അന്വേഷണ റിപ്പോർട്ട് ഇനിയും കിട്ടിയിട്ടില്ല, ലാബിൽ നിന്ന് അത് കിട്ടിയിട്ടില്ല, അതിന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസിലെ ഒരു നേതാവിനെ കുരുക്കാവുന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു, അതും പൊളിഞ്ഞു. അപ്പോൾ ഭരണത്തിലിരിക്കുന്നത് അധികാരവും മറ്റ് കാര്യങ്ങളും ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാനായി നീക്കിയ ആ നീക്കങ്ങളും പൊളിയുമ്പോഴത്തേക്ക് എൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി സ്വർണ്ണക്കൊള്ള കേസിൽ ശബരിമല ശ്രീധർമ്മശാസ്താവിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള കട്ടളപ്പാളിയിലും ദാരുശില്പങ്ങളിലും ഉണ്ടായിരുന്ന സ്വർണത്തിനെ സംബന്ധിച്ച് ഉണ്ടായ സ്വർണം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ ആ കേസ് ഇനി നിലനിൽക്കുള്ളൂ. കൊടിമരത്തിൽ കൊടുത്ത സ്വർണത്തെ സംബന്ധിച്ച് വിജിലൻസിന് പുതിയതായിട്ടൊന്നും കണ്ടെത്താം. അതായത് അജയ് തറയലിന്റെ കാലഘട്ടത്തിൽ അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJP-യും ഉന്നയിക്കുന്ന കാര്യങ്ങൾ പൊളിയുകയാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ കട്ടളപ്പാളിയിലെയും ദാരുശില്പങ്ങളിലെയും സ്വർണത്തിന്റെ കഥ പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് പോകുന്നത് വേറെ എന്തിൽ പിടിക്കാന്ന് പറഞ്ഞാൽ പോകുന്നത്. അങ്ങനെയാണ് ഈ പറയുന്ന കൊടിമരത്തിലേക്ക് പോയപ്പോഴത്തേക്ക് കൊടുത്ത സ്വർണം കൃത്യമായി ഉപയോഗപ്പെടുത്തി എന്ന റിപ്പോർട്ടും കൂടെ കിട്ടുമ്പോൾ ഇത് നേരെ തിരിച്ച് പഴയതിലേക്ക് കൃത്യമായിട്ട് കണക്കുണ്ട്, കൃത്യമായിട്ട് ഓഡിറ്റിംഗ് ഉണ്ട്. ഉണ്ട്. അതുകൊണ്ട് കോടതി പറഞ്ഞ എന്താണ്,
ഇതിൽ ഇനി ഇടപെടേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് കണക്കുള്ള ഒരു സാഹചര്യത്തിൽ പിന്നെ എങ്ങനെയാണ് അതിനകത്തൊരു കേസ് എടുക്കുന്നത്? തീർച്ചയായിട്ടും. അപ്പോൾ ഈ രണ്ടാമത് ഒരിക്കൽ കൂടി ഈ വിജിലൻസ്, അവിടെ ശബരിമലയിൽ വിജിലൻസ് കോടതി ഉണ്ട്, രാജാ വിജയരാഘവൻ തുടങ്ങിയിട്ടുള്ള ജഡ്ജസിന്റെ അവിടെ ഇപ്പോൾ ഈ ഇടക്കാല റിപ്പോർട്ട് ചെല്ലുമ്പോൾ അവർ പോലീസ് SIT ചോദിക്കുന്നത് കുറച്ചുകൂടെ സമയം വേണമെന്നാണ്. കുറച്ചുകൂടെ സമയം വേണമെന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ മാർച്ചും കഴിയും, ചിലപ്പോൾ ഇലക്ഷൻ കഴിയും, പുതിയ സർക്കാർ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ റിപ്പോർട്ട് പോകുന്നത്. അങ്ങനെ കൂടെ ആകുമ്പോൾ പിണറായിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെയും അവരുടെ കയ്യിൽ നിന്ന് ഇപ്പൊ അധികാരമില്ലല്ലോ, അധികാരമില്ലാത്ത പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. SIT എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അധികാരമുള്ള സമയത്ത് ഒന്ന് തെരഞ്ഞെടുപ്പ് കൂടിയാണ്, എങ്ങനെയെങ്കിലും കുറച്ച് ദിവസം നീട്ടി കൊണ്ടുപോകാനായിരിക്കും അവർ നോക്കുന്നത്. അങ്ങനെ നീട്ടി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ അടുത്തൊരു സർക്കാരാണ് വരുന്നതെങ്കിൽ പണി കിട്ടും. അല്ല രാഹുൽ, അതിനകത്തൊരു വിഷയം എന്ന് പറയുമ്പോൾ SIT എന്ന് പറയുന്നത് സർക്കാരിന്റെ പോലീസാണ് അവർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആ പോലീസുകാർക്ക് നാളെ ഏത് സർക്കാർ വന്നാലും ജോലി ചെയ്യണം. അപ്പോൾ ഈ പറയുന്ന റിപ്പോർട്ടിൽ ചിലപ്പോൾ ഇനി ഇതിലെ മഹാന്മാർ വല്ലതും പെട്ടാലോ, പാവങ്ങൾ പോലീസുകാർ പെട്ടുപോകും. മനസ്സിലായി? അപ്പൊ അവരതിനെ പിടിച്ചു വെച്ചൂടെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? SITക്ക് ചിലപ്പോൾ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടിൽ ഇതിലുള്ള മഹാന്മാരൊക്കെ ചിലപ്പം പിടിവീഴുന്ന രീതിയിലുള്ളതാണെങ്കിൽ എന്ത് ചെയ്യും? കുറച്ചുകൂടെ സമയം താമസിച്ച് ഭരണത്തിൽ വരുന്ന ആരെന്ന് നോക്കിയിട്ട് റിപ്പോർട്ട് കൊടുത്താലും മതി എന്ന് ചിന്തിച്ചാലോ? ചിലപ്പോൾ അവര് ജോലിയല്ലേ വരും. അപ്പൊ ഏതായാലും അജയ് തറയിലിനെ പൂട്ടി അതിലൂടെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിനെ താറടിക്കാം എന്ന് കരുതിയിരുന്നത് പൊളിയുന്നു. അല്ല, എന്ത് തന്നെയാണെങ്കിലും നമ്മൾ കണ്ടതാണ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിനു ശേഷമാണ് ഇത്രയും വലിയ വിഷയങ്ങൾ അവർക്കുണ്ടാകുന്നത്. ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ പ്രചരണം നടത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് BJP. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ BJP ഒരു സൈലന്റിലാണ് പോകുന്നത്. സൈലന്റിലാണെങ്കിൽ പോലും ഈ ശബരിമല പഴയ ഒരു സ്നേഹം BJP പറയുന്നത് ശബരിമല വിഷയത്തോട് സ്നേഹം കാണുന്നില്ല. ഇനി ഈ വിഷയം പിടിച്ചു പോയിട്ട് കാര്യമില്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയൊരു ചിന്ത എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ കോൺഗ്രസിന് അനുകൂലമായിട്ട് ജനങ്ങൾ നിൽക്കും. കാരണം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് CPM-നെതിരായിട്ട് ഒരു തരംഗം ഉണ്ടാകുന്നത് ശബരിമല അയ്യപ്പ കേസുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതേപോലെ തന്നെ ഒരു പാട്ടുമായി ബന്ധപ്പെട്ടിട്ടാണ്, പോറ്റിയെ കയറ്റിയെ എന്ന് പറയുന്ന ഒരു പാട്ടുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ കോൺഗ്രസ് പറഞ്ഞത് ഞങ്ങൾ അത്തരത്തിൽ ഇനിയും പാട്ടുകൾ അല്ല, ഈ പാട്ട് ഇനി ഒന്നുകൂടെ വരാൻ പോകുന്നു എന്നുണ്ട്. അതെ, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പോട്ട് വീണ്ടും ഈ പാട്ട് വരുമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുക്കാറായി, എന്നാലും പാട്ടൊന്നും വന്നിട്ടില്ല. ഇപ്പോഴും ഇലക്ഷൻ അങ്ങോട്ടൊരു ദ്രുതഗതിയിൽ അങ്ങോട്ട് പോകുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം BJPക്ക് അത്രമാത്രം ഒരു ശക്തി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJP ഈ കേസിൽ അങ്ങനെ അധികം ഇടപെടുന്നില്ല. കാര്യം തന്ത്രിയെ പൂട്ടിയപ്പോഴും തന്ത്രിയെ പിടിച്ചപ്പോഴും BJP എന്തുകൊണ്ട് ഇടപെട്ടില്ലെന്ന് വെച്ചാൽ തന്ത്രിക്ക് ഇതിൽ പങ്കുണ്ടെന്ന് BJP വിശ്വസിക്കുന്നുണ്ട്. കാര്യം കോൺഗ്രസ് ആണ് ഭരണത്തിൽ ഇരുന്നെങ്കിൽ പിടിക്കൂല എന്നൊക്കെ അവർ തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഏതായാലും രാഹുലെ ഈ തന്ത്രം CPM-ന്റെ ഈ തന്ത്രം, CPM കോൺഗ്രസിനെ നാട്ടിക്കാനായി ഉപയോഗിച്ചിരിക്കുന്ന ഈ തന്ത്രം തിരിച്ച് കോൺഗ്രസിന് ഉപയോഗിക്കാൻ പറ്റും. കാര്യം ഞങ്ങളെ പൂട്ടാനായി ഞങ്ങൾക്ക് ക്ലീൻ ചീറ്റാണ്, നിങ്ങൾക്ക് എന്താണുള്ളത് എന്ന് കൊടിമരത്തിലേക്ക് നിങ്ങൾ അന്വേഷിച്ചു പോയല്ലോ, അതിൽ ഞങ്ങൾ ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ മറ്റേ തൊണ്ടി മുതൽ കണ്ടെത്ത്, അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ നടയിലെ കട്ടളയിലെ തൊണ്ടി മുതൽ കണ്ടെത്ത്, അതിന്റെ അന്വേഷണം അത് നിങ്ങൾ ബാക്കി കൊണ്ടുപോവാ എന്ന് പറയാനുള്ള ഒരു ഇത് വന്നിട്ടുണ്ട് അവർക്ക്. അത് പറയാനുള്ള ഒരു ശരിക്ക് അവർക്ക് ഇപ്പൊ ഇത് ചോദ്യം ഇപ്പോ എനിക്ക് തോന്നുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കൃത്യമായിട്ട് ചോദിക്കാൻ കഴിയുന്ന ഒരു പാർട്ടി കോൺഗ്രസ് ആണ്. കോൺഗ്രസിന് ചോദിക്കാം. അവർ അധികാരത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് കൃത്യമായിട്ട് കണക്കുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. സ്വർണം എത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കൃത്യമായുള്ള രേഖകളുണ്ട്, കണക്കുകളുണ്ട്. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവർ നടത്തിയ ഈ ധാരപാലക ശില്പങ്ങളുടെ കട്ടളയിലെ ഇതിന്റെയൊക്കെ സ്വർണം എവിടെ എന്നുള്ളതിന്റെ ഉത്തരം പറയേണ്ടത് സഖാവ് പിണറായി വിജയനാണ്. തീർച്ചയായിട്ടും 2018-19 കാലത്ത് ഈ നടന്ന അഴിമതിയുടെ ഉത്തരം നിങ്ങൾ തന്നെ പറയണം, നിങ്ങളാണ് ഉത്തരവാദികൾ എന്ന് ഇവർ പറയുകയാണ്. അത് നമുക്ക് നോക്കാം. അത് എത്രത്തോളം ഇനി വെച്ച് ചവിട്ടി പിടിക്കാനൊന്നും പറ്റില്ല.